ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ സിജു കവറായിട്ട്. അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ബൈക്ക് ട്രെയിനിങ് റെഡി ആയിട്ട്. അപ്പം അന്ന് നമ്മൾ പുതിയ വീട് വെച്ച് ഗൈസ്. നമ്മുടെ റോൾസ് റോയ്സ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പുറത്തുനിന്ന്. ഞാൻ അപ്പോൾ ആദ്യമേ ഒന്ന് കുളിക്കട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ റോൾസ് റോയ്സ് ഇവിടെ ഉണ്ട്. ഞാൻ ഒന്ന് കുളിക്കട്ടെ. അപ്പോൾ ഗൈസ് ഇങ്ങനെ ചാടാം നമുക്ക്. ഞാൻ ചാടിയിട്ടുണ്ട് ഗൈസ്, നല്ലവണ്ണം ഒന്ന് കുളിക്കും ഗൈസ്. ഇനി ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ആരോ നമ്മൾ വിളിക്കുന്നുണ്ട്. ആരാന്ന് ഞാൻ ചെന്ന് നോക്കിയിട്ടൊന്ന് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് സൈമനാണ്. എന്താ സൈമ? എടാ നീ ഒരു കാര്യം അറിഞ്ഞോ? നിനക്കറിയാവുന്ന കാര്യം എങ്ങനെ എനിക്കറിയുന്നേ? എടാ ഈ നാട്ടിൽ ഗ്രാനി ഇറങ്ങി. നിനക്ക് കള്ളം പറഞ്ഞോ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലടാ സൈമ. ഞാൻ സത്യമാണോ പറയുന്നേ? അവിടെ ചെന്ന് ഈ ഗ്രാനീനെ കൊല്ലണം. എടാ പോയിട്ട് ഓൾ ദി ബെസ്റ്റ്. എടാ ഞാനല്ല പോവണ്ട, നീയാ പോവണ്ടേ. ഞാനോ? എനിക്കൊന്നും വയ്യ. ഒന്നാമത് അമ്മ ഫോമിൻ്റെ രക്ഷപ്പെട്ട എനിക്കറിയാം. എടാ കഷ്ടമുണ്ടോടാ, ഒന്ന് പോയിട്ട് വാടാ. അയ്യോ എനിക്ക് ലൊക്കേഷൻ അറിയത്തില്ലടാ. അതൊക്കെ ഞാൻ അയച്ചു തരാം, നീ പോ. ഓക്കെ ശരി, ഞാൻ പോവാ. അപ്പോൾ സൈമനൊക്കെ പറയോ ഈ നാട്ടിൽ നമ്മുടെ ഗ്രാനി ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഗ്രാനി ഒന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവൻ്റെ 2 കാലം ഞാൻ തല്ലി പിടിക്കും. നോക്കിക്കോ. അപ്പോൾ നമ്മുടെ റോൾസ് റോയ്സ് നമുക്ക് എടുക്കാം ഗൈസ്. വേണ്ട, നമ്മുടെ റോൾസ് റോയ്സിൻ്റെ അടുത്ത് ഓടിപ്പോവാണ്. കയറാം. അയ്യോ ഇവിടെ അല്ല ഗൈസ്, തെറ്റിപ്പ് ഇവിടെ ആയിരുന്നു. ഞാൻ അങ്ങനെ കയറിയിട്ടുണ്ട് ഗൈസ്. ഡോറ് തുറന്നു, നമ്മൾ അടച്ചിട്ടുണ്ട്. ഇനി ബാക്കിലോട്ട് എടുക്കട്ടെ. തിരിക്കണം, ബാക്കിലോട്ട് എടുക്കണം. ഇനി തിരിച്ചിട്ട് പോകണം. അപ്പോൾ നമ്മളങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് അങ്ങനെ പോയി. ഇവിടെയൊക്കെ ഗ്രാനിനെ തിരക്കി ഒത്തിരി പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഏത് ഗ്രാനി വരാനേ? വരുവാണെങ്കിൽ തന്നെ എന്നെ കണ്ട് പേടിച്ച് പോയിട്ടാണ്. അപ്പം നമ്മൾ ഗ്രാനീൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. സൈമൻ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം ഗ്രാനീൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഗ്രാനീൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വല്ലതും നോക്കാം. നമ്മൾ ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് എല്ലാം ഇരിപ്പുണ്ടാകുന്നു. അപ്പം ഇവിടെയൊക്കെ നോക്കി, ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. നമുക്കിനി ഇറങ്ങാം. അയ്യോ ഗൈസ് ഇവിടെ ഗ്രാനി ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെ തന്നെ ഒരു ജനലുണ്ട്. ഇത് തന്നെ തല്ലി പൊട്ടിക്കണ്ട, നമുക്ക് ഇങ്ങനെ തുറന്നിട്ടിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തോ ഒരു പെട്ടിയുണ്ട്. ഈ പെട്ടിക്കകത്ത് നമുക്ക് കയറിയിരിക്കാം. അപ്പോൾ ഗൈസ് ഗ്രാനി ഇവിടെ വരുന്നില്ല. അപ്പം ഗ്രാനിയൊക്കെ പോയിട്ട് തന്നെ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഗ്രാനി ആ വഴി കൂടെ പോകുന്നുണ്ട്. അപ്പം എന്നെ പെണ്ണുള്ള അപ്പം നമുക്ക് ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വെളിയിൽ തന്നെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് എല്ലാം കിട്ടിയെങ്കിൽ അത്രയും കൊള്ളായിരുന്നു. അപ്പോൾ ഇവിടെ ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് ഒന്നുമില്ല. ഒറ്റയിടിക്ക് ആ പെണ്ണിന് തറയിടണം ഗൈസ്. ഒറ്റ ഇടിയല്ല, ഒറ്റ വെടി. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒരു പെട്ടിയും കാര്യങ്ങളും തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് ഇത് തള്ളിയിടണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതെന്തോ പേപ്പറൊക്കെ ഇരിപ്പുണ്ട്. ഞാനിത് തള്ളി അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ എന്തോ ഒരു ഗ്യാസ് ഓയിലിന് അങ്ങനെ എന്തോ സാധനം ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഈ കുഞ്ഞ് ഗ്യാപ്പിൽ കൂടെ നമുക്ക് കയറി പോവാം. മണ്ണിട്ട് വെച്ചിരിക്കുന്നു. ഇവന്മാർക്ക് വേറെ ഒന്നും ഇടാൻ പറ്റത്തില്ല പാന്നന്മാർ. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ എന്തോ വെട്ടാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ആദ്യമേ ആ പെണ്ണുമുള്ളനെ വെട്ടിക്കൊല്ലാം. അപ്പം നമുക്ക് ഈ വഴി കൂടെ നോക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ ഇതിന് മണ്ട കയറിയിട്ട് അങ്ങോട്ട് ചാടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇവിടെ എന്തോ കണ്ണിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഗ്രാനീൻ്റെ കണ്ണാണെന്ന് തോന്നുന്നു. അപ്പോൾ ദാണ്ട് ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഒന്നുമില്ല ഗൈസ്. അപ്പം ഈ കയറി വരുന്ന പന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുത്തി കൊല്ലും. അപ്പം നമുക്ക് മണ്ടയിലോട്ട് കയറാം. നമുക്ക് ഇവിടെ തന്നെ ഒളിച്ച് തന്നെ ഇരിക്കാം ഗൈസ്. ഇവിടെ എന്തോത്തിൻ്റെ ബാറ്ററി ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഇവിടെ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അപ്പം ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അവിടെ കട്ടിങ് പ്ലെയർ തന്നെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് പോകും. അപ്പം നമുക്ക് ഇവിടെ സീക്രട്ട് മുറിയുണ്ട്. ആ മുറിയിലോട്ട് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാനിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഇവിടെ എന്തോ ഒരു
നമുക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പീസ് തന്നെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഞാൻ ഇട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ എന്തോന്ന് റാങ്ക് വീലും ഒരു ടെഡി ബിയറൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അപ്പം ഗ്രാനി തന്നെ വരാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ ആ ഇത് പെട്ടിയിൽ കിട്ടുമല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഗ്രാനിയും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ആ പെണ്ണുമുള്ള ഇല്ലാത്ത ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം കിടന്ന് വിളിച്ച് കൂവിയാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴോട്ട് പോയപ്പം അപ്പോഴാണ് ഗൈസ് നമ്മളൊരു കാര്യം കണ്ടത്. ഇവിടെ നമ്മുടെ ഇതിരിപ്പുണ്ടായിരുന്നു ഒരു വലിയൊരു ഡോറ് പോലത്തെ സാധനം. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ആ സ്റ്റെപ്പിൻ്റെ ബാക്കിൽ ചെന്ന് നോക്കിയപ്പോൾ ഇവിടെ കാറിൻ്റെ ഒരു സ്ഥലം. ആ കാറിൻ്റെ അവിടെ ഗണ്ണ് നമുക്ക് വെക്കാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഈ ഗണ്ണ് നമ്മുടെ അടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഗണ്ണിൻ്റെ പാർട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഐഡിയ വന്നു. ഇവിടെ എന്തോ ഒരു പുക പോലത്തെ സാധനമുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് ഒരു നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് കൊണ്ട് കിട്ടും. അപ്പോൾ ഇനി ഗ്രാനി വരുമ്പം നമുക്ക് അപ്പം കാണാം ഗസ്. അപ്പം കാണണ്ട, ഇപ്പം വരും. നിങ്ങൾ കണ്ടു നോക്കണം, എനിക്ക് അറിയാമായിരിക്കും ഇത്. അപ്പം ഞാനിത് അടച്ചിട്ടുണ്ട്. അപ്പം കുറ്റിയിടാം, ഇത് ഓണാക്കണം. അപ്പോൾ ആ പുക പോലത്തെ സാധനം ഒന്ന് ശ്വാസം കിട്ടത്തില്ല, അങ്ങനെ ചാകത്തില്ല, മയങ്ങി വരും. അങ്ങനെ മയങ്ങി വേണം 2 മിനിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് ഇവിടെ വല്ലതും നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഗ്യാസ് ഓയിലിന് കുന്നങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് താഴെ ചെന്ന് ആ ഗണ്ണിൻ്റെ പാർട്ട് കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ നമ്മൾ ചാകത്തില്ല. നമുക്ക് അത്രയും ടൈം വേസ്റ്റാകും. ഈ പുക ഓഫാക്കട്ടെ. അപ്പം ഞാൻ ചത്തേനെ. അപ്പം ഗ്രാനി ഇവിടെ കണ്ണടച്ച് ഉറങ്ങുന്നുണ്ട്. നമുക്ക് ഇവിടെ പാർട്ടി ഇരിപ്പുണ്ട്. നമുക്കിനി കൊണ്ടുവെക്കാം ഗൈസ്. കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് മേളിലോട്ട് തന്നെ ഇനി ഒറ്റൊരു പീസും കൂടി ഉള്ള വെടി വെക്കുന്ന പീസ്. നമുക്ക് മണ്ടയിലോട്ട് തന്നെ കയറാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ മണ്ടയിലോട്ട് തന്നെ അങ്ങനെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മണ്ടയിലോട്ട് പോകണം. സ്റ്റെപ്പ് കയറട്ടെ. ഇത് 2ാമത്തെ സ്റ്റെപ്പാണ് ഗൈസ് നമ്മൾ കയറുന്നത്. ഇവിടെ തണ്ണിമത്തൻ ഒക്കെ കിട്ടും, ആർക്കറിയാം. അപ്പോൾ ഗൈസ് ഞാൻ നോക്കിയപ്പം ഇവിടെ ഷോർട്ട് ഗണ്ണിൻ്റെ പീസ്. അപ്പം നമ്മളിപ്പോൾ നമുക്കങ്ങനെ തോക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഇനി നമ്മൾ ഗ്രാനീനെ കൊല്ലാൻ പോവാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ തോക്ക് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി തോക്ക് എടുത്തിട്ട് ഒരു അപ്പോൾ ഗായ്സ് നമ്മൾ ഗണ്ണെടുത്ത് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഗ്രാനീനെ ഒറ്റ പിടിക്ക് നമ്മൾ തറയിലിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഉള്ള സമയം കൊണ്ട് എസ്കേപ്പ് ചെയ്യാം. അപ്പം അപ്പോൾ നമുക്കിനി നമ്മുടെ നാട്ടിലോട്ട് തന്നെ പോകാം. അപ്പം നമ്മുടെ നാട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകണം. നമ്മുടെ വീട്ടിലോട്ട് തന്നെ കയറിയിട്ട് നമ്മൾ ഫൈമിനെ വിളിച്ച് പറയണം ഗ്രാനീനെ കൊന്നെന്നുള്ള. അപ്പോൾ നമ്മുടെ കൺട്രോൾ ഒന്ന് തെറ്റി ഗൈസ്. അപ്പം നമ്മൾ റോഡിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി. കൺട്രോൾ പോയി ഗൈസ്. വീണ്ടും നമ്മൾ ഇപ്പോൾ ഒരാൾ ഇടിച്ചേനെ ഞാൻ തിരിച്ചില്ലെങ്കിൽ. അപ്പം എനിക്ക് ഭയങ്കര പാടാണ് ഗൈസ് ഈ വണ്ടി ഓടിക്കാൻ. അപ്പം നമ്മൾ വീട്ടിൽ അങ്ങ് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഒന്ന് ചരിഞ്ഞ് വീരാത്ത ഭാഗ്യം. അപ്പം ഞാൻ വണ്ടി ഇവിടെ നിന്ന് ഒതുക്കിയിടട്ടെ ഗൈസ്. ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് വീട്ടിൻ്റെ അകത്തോട്ട് തന്നെ അങ്ങനെ കയറാം ഗൈസ്. നമ്മൾ വീട്ടിൻ്റെ അകത്ത് അങ്ങനെ കയറുന്നുണ്ട് ഗൈസ്. വീട്ടിൻ്റെ അകത്ത് അങ്ങനെ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനി സൈമനെ വിളിക്കാം ഗൈസ്. അപ്പോട്ടാ സൈമ എന്താടാ കൊന്നു? കൊന്ന്. അയ്യോ എന്താ പറ്റിയ സൈമ? എനിക്കെന്താ പറ്റേ? നീ കൊന്നതിൻ്റെ വന്ന സന്തോഷം. അയ്യോ പേടിച്ചു പോയി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. നീ കൊന്നിട്ട് വന്നില്ലേ? നിന്റെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ അടുത്ത് പറ നിന്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ഷെയറും ചെയ്യണമെന്ന് പറ. അതെ ഗൈസ്. അപ്പം നമ്മുടെ സൈമൻ പറഞ്ഞുകൊണ്ട് ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗ്രാനീനെയൊക്കെ വെടി വെച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം
അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബായ്.